ഹലോ. കുറച്ചധികം നാളായി നമ്മൾ ലോങ് വീഡിയോയിലൊക്കെ കണ്ടിട്ട്. ലോങ് അല്ല, ഷോർട്ടിലും നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളാവുന്നു. ബിക്കോസ് വളരെയധികം തിരക്കായി നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ എല്ലാ തിരക്കിൻ്റെ പുറമേ അന്ന് ഒടുക്കത്തെ തിരക്ക് കൂടി ആയിരിക്കും. ഇന്നങ്ങനെ ചേട്ടൻ്റെ വൈഫിനെ നോക്കി നമ്മൾ പോവുകയാണ്. ചേച്ചി ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുകയാണ്. ഇനിയെങ്കിലും പോയില്ല എങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ വാവേനെയും കൂടി കാണാൻ കണക്കിനേ പോവുള്ളൂ. സോ നമ്മളിന്ന് ഫസ്റ്റ് അങ്ങോട്ട് പോകണം. പിന്നെ എൻ്റെ വലിയച്ഛന് കാലിൽ കൂടെ ചൂടുവെള്ളം വീണിട്ട് അത് കുറച്ച് സീനായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു കുഞ്ഞുവാവിനെ നോക്കി പോകണം. അങ്ങനെ കുറച്ച് വലിയ ബിസി ഡേ ആണ് ഇന്ന്. രാത്രിക്ക് മുന്നേ തിരിച്ച് വീട്ടിൽ കയറണമെന്നുള്ളത് കൊണ്ട് അധികം നിന്ന് കറങ്ങാതെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. പിന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മേടിച്ചിട്ട് കുഞ്ഞിന് ഡ്രസ്സ് കൊടുക്കാനായിട്ട് ഡ്രസ്സ് നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ സ്റ്റുഡിയോയിലും ന്യൂ ബോണിനുള്ള ഡ്രസ്സ് കിട്ടിയില്ല. അതവിടെ ഇല്ല, പക്ഷെ നമ്മൾ എന്നാലും ജസ്റ്റ് കയറി നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞിന് അളവായിട്ടുള്ള ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ അതെല്ലാം പിടിച്ചൊക്കെ ഒന്ന് നോക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തും കൊണ്ടാണ് പോയത്. കുഞ്ഞിന് ഡ്രസ്സ് നോക്കി വന്നത് കൊണ്ട് എനിക്കൊന്നും എടുക്കില്ല എന്നറിയാം. എന്നാലും ചുമ്മാ നമ്മൾ നോക്കണം, അതിൻ്റെ പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി പിന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ വെള്ളായണിയിൽ വല്യമ്മയുടെ വീട്ടിലോട്ടാണ് പോണത്. അവിടെ വല്യച്ഛൻ്റെ കാലിൽ രണ്ടിലും ചൂടുവെള്ളം വീണിട്ട് പൊള്ളി. അങ്ങനെ കുറച്ച് വലിയ സീരിയസ് അല്ല, എന്നാലും കുറച്ച് പൊള്ളലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വല്യച്ഛനെ നോക്കി പോയി. അങ്ങനെ പോണ വഴിക്ക് ഇവയ്ക്ക് മുട്ടായി കഴിക്കണം. അത് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പരമാവധി അവളെ കൊണ്ട് പറ്റുന്ന വിധം കരഞ്ഞ് ബഹളം വെച്ച് അതിനെ പൊട്ടിച്ചെടുത്തു. പിന്നെ വല്യച്ഛൻ അവിടെ പോയിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തോ വല്യച്ഛനെ കണ്ടപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പോയി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മൾ പെരുമ്പഴുതൂർ ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. കാറിൽ കയറി കഴിഞ്ഞാൽ ഇവയ്ക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരിക്കണം. ഞാൻ ഇരിക്കണോണ്ടാണ് എന്ന് കരുതി ഞാൻ ബാക്ക് സീറ്റിൽ പോയി ഇരുന്നാൽ പോലും അവൾ അവിടെ ഇരിക്കൂല, അവൾ ഫ്രണ്ട് സീറ്റിൽ വന്ന് ഇരിക്കുള്ളൂ. അങ്ങനെ പിന്നെ കുഞ്ഞു റോഡായതുകൊണ്ട് ഞാൻ അവളെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തിയായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. തിരിച്ച് പെരുമ്പഴുതൂർ എത്തിയപ്പോൾ അവിടെ ചേട്ടനും ആരും ഇല്ലായിരുന്നു. അടുത്ത വീട്ടിലൊരു പ്രാർത്ഥനയായിട്ട് അവരവിടെ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ നമ്മളെ കണ്ടതുകൊണ്ട് അവർ വന്നെങ്കിലും നമ്മൾ പറഞ്ഞിനി അധികം നിൽക്കണ്ട, അവരും തിരക്കായിരുന്നു, നമുക്ക് ഇനി പല സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് കണ്ടു, സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സന്ധ്യയായി. അപ്പോൾ ഇനി നമുക്ക് വിളപ്പിശാല വരെ പോകണം. അങ്ങനെ നമ്മൾ നേരെ വണ്ടി വിളപ്പിശാലയ്ക്ക് വിട്ടു. അവിടെ പോയ വഴിക്ക് പപ്പേനെയും കാണാനായിട്ട് പറ്റി. അപ്രതീക്ഷിതമായായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞാവിനെ കാണാനായിട്ട് പോയി. അവിടെയും ചെന്ന് വാവേൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, അതും അവരുടെ പ്രൈവസി അല്ലേ എന്ന് കരുതി. പിന്നെ ഇവയ്ക്ക് പശുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് അതിനെയൊക്കെ കാണിച്ചു കൊടുത്ത്. പിന്നെ നമുക്കിനി അരുവിക്കര പോകണം. ചേട്ടൻ്റെ കയ്യിൽ കുറേ അരിമ്പാറകളുണ്ട്. ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയത് ഇപ്പോൾ 10-15 എണ്ണമായി. അപ്പോൾ അതിനു വേണ്ടി അരുവിക്കരയിൽ പൊരി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയതാണ്. പക്ഷേ രാത്രിയല്ല പോകാനുള്ളത് എന്ന് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്. പിന്നെ നമുക്കിനി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ചുമ്മാ പോയി ഒരു 10 മിനിറ്റ് നിന്നു. പിന്നെ മഴയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിൽക്കാതെ അവിടെ നേരെ തിരിച്ചിന് വീട്ടിലോട്ട് വന്നു. ഇപ്പം തന്നെ രാത്രി ഒരു 12 മണിയായിട്ടുണ്ട്. ഞങ്ങളെ യാത്ര ഇവിടെ കൊണ്ട് തീരുകയാണ് ഗൈസ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.